തൃശൂരിൽ ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്റർ. പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ആർ.എസ്.എസ്. ഏജന്റ് ടി.എൻ. പ്രതാപനെ ഒറ്റപ്പെടുത്തുക എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. സേഫ് ഫോറം തൃശൂരിന്റെ പേരിലാണ് പോസ്റ്ററുകൾ. കെ.പി.സി.സി. ഉപസമിതി DCCയിലെത്തി അന്വേഷണം ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അഖിൽ വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഖിൽ, വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ് തൃശൂരിൽ. ഇത് എന്താണ് പോസ്റ്ററിന്റെ ഉള്ളടക്കം? തൃശ്ശൂരിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി അവസാനമില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം തുടർച്ചയായും പോസ്റ്ററിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ പ്രസ് ക്ലബിന് മുമ്പിലുമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. 3 തരത്തിലുള്ള പോസ്റ്റർ. ടി.എൻ. പ്രതാപനെ പുറത്താക്കണമെന്ന് പറയുന്നു. മറ്റൊന്നിൽ ടി.എൻ. പ്രതാപൻ സംഘപരിവാറിന്, അതായത് RSSന്റെ ഏജന്റ് ആണെന്ന് പറയുന്നു. മറ്റേ പോസ്റ്ററിൽ നടപടി, അച്ചടക്ക നടപടി ടി.എൻ. പ്രതാപനെ വേണമെന്ന് പറയുന്ന തരത്തിലുള്ള 3 പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന സ്ഥലത്തായിരുന്നു. DCCയുടെ ചുമരാണ്. ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് DCCയിൽ കോൺഗ്രസിന്റെ മറ്റ് ചില പ്രവർത്തകരെത്തി ഈ പോസ്റ്ററുകൾ സമാനമായി മറ്റേ മതിലിന്റെ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളെത്തി. ഉള്ളിലുണ്ടായിരുന്ന ചില പ്രവർത്തകരും നേതാക്കളൊക്കെ എത്തിക്കൊണ്ട് ഈ പോസ്റ്ററുകൾ അല്പസമയം മുമ്പ് കീറിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഈ പ്രസ് ക്ലബിന് മുമ്പിൽ ഇപ്പോഴും 20-25-ലും അധികം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വി കെ ശ്രീകണ്ഠൻ DCCയുടെ പ്രസിഡന്റ് താൽക്കാലിക ചുമതല ഏറ്റെടുത്ത ശേഷം പ്രധാനമായും പറഞ്ഞ 2 കാര്യങ്ങൾ: DCCയുടെ ചുമരുകളിലോ മറ്റു സ്ഥലങ്ങളിലോ കോൺഗ്രസിനെതിരായ പോസ്റ്ററുകൾ പതിക്കരുത്, ഒപ്പം തന്നെ നേതാക്കൾ പരസ്പരം കൈവാരിത്തേക്കുന്ന രീതിയിലെ പ്രവർത്തനം നടക്കുന്നത്. ഇതൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഇതൊന്നും ചെവിക്കൊള്ളുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇന്ന് വീണ്ടും 2 പോസ്റ്ററുകൾ, അതായത് KC ജോസഫ് നയിക്കുന്ന ഉപസമിതി അല്പസമയത്തിനകം, അതായത് 10 മണിക്കാണ് DCC ഓഫീസിൽ എത്തുന്നത്. ആദ്യഘട്ടത്തിൽ മുതിർന്ന നേതാക്കളെ വ്യക്തിപരമായി കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബ്ലോക്ക് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ കാണുന്നു. ഇതായിരുന്നു തീരുമാനം. ആ എത്തിയതിന് തൊട്ടു മുൻപാണ് DCCക്കും അതുപോലെ തന്നെ പ്രസ് ക്ലബിന് മുമ്പിൽ ടി.എൻ. പ്രതാപനെതിരെ നിരവധിയായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിലെ പറഞ്ഞ നടപടികൾ, അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഒട്ടിക്കരുത്, പരസ്പരം കൈവാരിച്ചേക്കരുത്, ഇതൊന്നും തന്നെ ആരും ചെവി കൊടുത്തില്ല. ഇതൊന്നും ഞങ്ങൾക്ക് യേശുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യം. കഴിഞ്ഞ ദിവസം ഈ വി കെ ശ്രീകണ്ഠൻ ചുമതലയേറ്റ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതൊരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരാവില്ല എന്നുള്ളതൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ തുടർച്ചയായി സേവ് കോൺഗ്രസ് ഫോറം എന്ന് പറയുന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പ്രസ് ക്ലബിന് മുമ്പിലും അതുപോലെ തന്നെ DCC മുമ്പിലും ഒക്കെ തുടർച്ചയായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എന്തായാലും ഇന്ന് 10 മണിക്ക് KPCCയുടെ ഉപസമിതി KC ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഉപസമിതി 10 മണിക്ക് എന്തായാലും തൃശ്ശൂർ DCCയിൽ എത്തും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ തന്നെ തീരുമാനമാവുക. അമൃത.